യു.എസ്. കോർട്ട് ഓഫ് അപ്പീൽസിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ പോരാട്ടം നടക്കുകയാണ്. ഗ്രീൻ കാർഡ് ഇന്റർവ്യൂവിനായി എത്തുന്ന കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്നതാണ് ഈ കേസിന്റെ കാതൽ. രാജ്യവ്യാപകമായി ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ പുനർനിർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന നിയമ വെല്ലുവിളിയാണ് യു.എസ്. കോടതി പുനഃപരിശോധിക്കുന്നത്. വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് കുടിയേറ്റക്കാർ സാധാരണയായി തങ്ങളുടെ യു.എസ്. പൗരനായ പങ്കാളിയോടൊപ്പം ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് ദീർഘകാലം വിട്ടുനിൽക്കാതെ തന്നെ നിയമപരമായ പദവി നേടാൻ സഹായിക്കുന്ന പ്രൊവിഷണൽ അൺലോഫുൾ പ്രസൻസ് വേവർ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണിത്. എങ്കിലും ഈ ഇന്റർവ്യൂവിനായി എത്തുന്ന ചിലരെ ICE ഏജന്റുമാർ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെതിരെ കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ തന്നെ ആളുകളെ അവരുടെ പദവി ശരിയാക്കാൻ ക്ഷണിക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരുതരം ചതിയാണെന്നാണ് അവർ പറയുന്നത്. ഈ അറസ്റ്റുകൾ തടയണമെന്നാവശ്യപ്പെട്ട് 2020 അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ACLU സർക്കാരിനെതിരെ കേസെടുത്തിരുന്നു. 2024 ഒരു ജഡ്ജി അവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ഇന്റർവ്യൂ സമയത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് നിർത്തലാക്കാൻ ICEയോട് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഈ ഉത്തരവ് റദ്ദാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വാദം, രാജ്യം വിടാൻ ഉത്തരവ് ലഭിച്ചവർക്ക് ഒരു ഇളവിനായി അപേക്ഷ നൽകി എന്നതുകൊണ്ട് മാത്രം രാജ്യത്ത് തുടരാൻ അവകാശമില്ല എന്നതാണ്. മറ്റൊരു വാദം, ഈ ഇന്റർവ്യൂകളെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നില്ലെന്നും എന്നാൽ നിയമം നടപ്പിലാക്കാൻ അവസരം ലഭിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുകയാണെന്നും സർക്കാർ അഭിഭാഷകർ വാദിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വേർപിരിഞ്ഞാൽ US പൗരനുണ്ടാകുന്ന കഠിനമായ ബുദ്ധിമുട്ട് തെളിയിക്കുക, വേവർക്ക് താൽക്കാലിക അനുമതി വാങ്ങുക, തുടർന്ന് വിദേശത്തുള്ള US കോൺസുലേറ്റിൽ പോയി ഇന്റർവ്യൂ പൂർത്തിയാക്കി തിരികെ വരിക, കുടുംബങ്ങൾ വർഷങ്ങളോളം വേർപിരിഞ്ഞ് കഴിയുന്നത് ഒഴിവാക്കി അവരെ നിയമപരമായ പദവിയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. മേരിലാൻഡിലും മറ്റും ഗ്രീൻ കാർഡ് ഇന്റർവ്യൂവിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓഫീസുകളിലെത്തിയവരെ ICE അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരിൽ പലരും വർഷങ്ങളായി സമാധാനപരമായി താമസിച്ച് നികുതി അടച്ച് പോന്നവരാണ്. സർക്കാർ തന്നെ ആളുകളെ നിയമപരമായ കാര്യങ്ങൾക്കായി വിളിച്ചു വരുത്തി പിടികൂടുന്നത് ഒരു ചതിക്കുഴിയാണെന്നാണ് അഭിഭാഷകർ വാദിക്കുന്നത്. ഇത് കാരണം അർഹരായ പല കുടുംബങ്ങളും അറസ്റ്റ് ഭയന്ന് ഇന്റർവ്യൂവിന് പോകാൻ മടിക്കുന്ന അവസ്ഥയുണ്ടായി. കുടുംബങ്ങളെ ഒരുമിപ്പിക്കാനുണ്ടാക്കിയ നിയമത്തെ സർക്കാർ ആയുധമാക്കുകയാണെന്നാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ വാദിക്കുന്നത്. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് കുടുംബങ്ങൾ മുന്നോട്ട് വന്നത്. പെട്ടെന്നുള്ള ഈ അറസ്റ്റുകൾ US പൗരന്മാരായ പങ്കാളികളെയും കുട്ടികളെയും കടുത്ത ദുരിതത്തിലാക്കുന്നു. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന രക്ഷിതാവ് തിരികെ വരുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ജഡ്ജിമാർ വാദങ്ങൾ കേട്ടെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിയേണ്ടി വരുമെന്നോ ഉള്ള ഭയമില്ലാതെ ആളുകൾക്ക് ഇമിഗ്രേഷൻ ഓഫീസുകളിൽ പോകാൻ കഴിയുമോ എന്നത് ഈ വിധിയെ ആശ്രയിച്ചിരിക്കും. ചുരുക്കത്തിൽ, തൻ്റെ പദവി ശരിയാക്കാൻ പോകുന്ന ഒരാൾക്ക് അത് സുസ്ഥിരമായ ഭാവി നൽകുമോ അതോ കുടുംബവുമായുള്ള വേർപിരിയലിന് കാരണമാകുമോ എന്നതാണ് ഈ കേസ് തീരുമാനിക്കുക.